ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. റൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ എന്ന ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഓക്കെ. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? മാസ്റ്റർ റാൾഫിച്ച്. മാസ്റ്റർ റാൾഫിച്ചാണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് എന്ന്? 1600 ഡിസംബർ 31 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. ഇംഗ്ലണ്ടിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലഘട്ടമാണ്? എലിസബത്ത് രാജ്ഞി. ഇംഗ്ലണ്ടിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലഘട്ടമാണ്? എലിസബത്ത് രാജ്ഞിയുടെ. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ കമ്പനി പ്രതിനിധി ക്യാപ്റ്റൻ ഹോക്കിൻസ്. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ കമ്പനി പ്രതിനിധിയാണ് ക്യാപ്റ്റൻ ഹോക്കിൻസ്. 1608 ക്യാപ്റ്റൻ ഹോക്കിൻസ് ഇന്ത്യയിലെത്തിയത്. 1612 ഇംഗ്ലീഷുകാർ സൂററ്റിൽ ആദ്യത്തെ ഫാക്ടറി പണിതു. 1612 ഇംഗ്ലീഷുകാർ സൂററ്റിൽ ആദ്യത്തെ ഫാക്ടറി പണിതു. സൂററ്റിൽ ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ ഇന്ത്യൻ ഭരണാധികാരി ജഹാംഗീർ. ഇംഗ്ലീഷുകാർ സൂററ്റിൽ ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ ഇന്ത്യൻ ഭരണാധികാരി ജഹാംഗീർ. ജഹാംഗീറിൻ്റെ കൊട്ടാരത്തിലെത്തിയ ഇംഗ്ലീഷ് അംബാസിഡർ ആര്? തോമസ് റോ. ജഹാംഗീറിൻ്റെ കൊട്ടാരത്തിലെത്തിയ ഇംഗ്ലീഷ് അംബാസിഡർ തോമസ് റോ. ആഗ്ര, അഹമ്മദാബാദ്, ബ്രോച്ച് എന്നിവിടങ്ങളിൽ ഫാക്ടറി സ്ഥാപിച്ചത് ആര്? തോമസ് റോ. ആഗ്ര, അഹമ്മദാബാദ്, ബ്രോച്ച് എന്നിവിടങ്ങളിൽ ഫാക്ടറി സ്ഥാപിച്ചത് തോമസ് റോ ആണ്. 1615 കേരളത്തിലെത്തിയ ഇംഗ്ലീഷുകാരൻ ക്യാപ്റ്റൻ കീലിംഗ്. 1615 കേരളത്തിലെത്തിയ ഇംഗ്ലീഷുകാരനാണ് ക്യാപ്റ്റൻ കീലിംഗ്. ഇംഗ്ലീഷുകാരുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യ ഫാക്ടറി മസൂലിപട്ടണം. ഇംഗ്ലീഷുകാരുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യ ഫാക്ടറിയാണ് മസൂലിപട്ടണത്താണ്. ആന്ധ്രാപ്രദേശിലെ മസൂലിപട്ടണത്താണ് ഇംഗ്ലീഷുകാരുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യ ഫാക്ടറി സ്ഥാപിതമായത്. സൂററ്റ് ഏത് നദിയുടെ തീരത്താണ്? താപ്തി. താപ്തി നദീ തീരത്താണ് സൂറത്ത് എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത്. മദ്രാസിൻ്റെ പഴയ പേര്? സാന്തോം. മദ്രാസിൻ്റെ പഴയ പേരാണ് സാന്തോം. മദ്രാസിൻ്റെ ശില്പി? ഫ്രാൻസിസ് ഡേ. മദ്രാസ് നഗരത്തിൻ്റെ ശില്പിയാണ് ഫ്രാൻസിസ് ഡേ. ദക്ഷിണേന്ത്യയുടെ പ്രവേശന നഗരം? മദ്രാസ്. ദക്ഷിണേന്ത്യയുടെ പ്രവേശന നഗരം മദ്രാസ്. കൽക്കത്ത നഗരത്തിൻ്റെ ശില്പിയാണ് ജോബ് ചെർണോക്ക്. ജോബ് ചെർണോക്കാണ് കൽക്കത്ത നഗരത്തിൻ്റെ ശില്പിയായി അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പ്രവേശന നഗരം? ബോംബെ. ഇന്ത്യയുടെ പ്രവേശന നഗരം ബോംബെ. ഒന്ന് മനസ്സിലാക്കി വെക്ക്, ദക്ഷിണേന്ത്യയുടെ പ്രവേശന നഗരം മദ്രാസ് ആണ് എങ്കിൽ ഇന്ത്യയുടെ പ്രവേശന നഗരം ബോംബെയാണ്. ഇന്ത്യയുടെ പ്രവേശന നഗരം ബോംബെ. ഓക്കെ. ബ്രിട്ടീഷുകാർക്ക് ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിൽ സ്വതന്ത്ര വ്യാപാരത്തിന് അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി ആര്? ഫാറൂഖ് സിയാർ. ബ്രിട്ടീഷുകാർക്ക് ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിൽ സ്വതന്ത്ര വ്യാപാരത്തിന് അനുമതി നൽകിയ മുഗൾ ഭരണാധികാരിയാണ് ഫാറൂഖ് സിയാർ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏത്? 1757 ജൂൺ 23 പ്ലാസി യുദ്ധം. 1757 ജൂൺ 23 പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് ആര്? റോബർട്ട് ക്ലൈവ്. പ്ലാസി യുദ്ധം നടക്കുമ്പോൾ മുഗൾ ഭരണാധികാരി ആര്? ആലംഗീർ സെക്കൻഡ്. ആലംഗീർ രണ്ടാമനാണ് പ്ലാസി യുദ്ധം നടക്കുമ്പോൾ മുഗൾ ഭരണാധികാരി ആയിരുന്നത്. 1756 ജൂൺ 20 നടന്ന ഇരുട്ടറ ദുരന്തം പ്ലാസി യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. 1756 ജൂൺ 20 നടന്ന ഇരുട്ടറ ദുരന്തം പ്ലാസി യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്.
ഇരുട്ടറ ദുരന്തം നടന്ന വർഷമാണ് 1756 ജൂൺ 20. 1764 ഒക്ടോബർ 22-നാണ് ബക്സാർ യുദ്ധം. 1764 ഒക്ടോബർ 22-നാണ് ബക്സാർ യുദ്ധം നടന്നത്. ബ്രിട്ടീഷുകാർക്ക് ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിൽ ദിവാനി അധികാരം ലഭിച്ച യുദ്ധമാണ് ബക്സാർ യുദ്ധം. ബ്രിട്ടീഷുകാർക്ക് ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിൽ ദിവാനി അധികാരം ലഭിച്ച യുദ്ധമാണ് ബക്സാർ യുദ്ധം. ബ്രിട്ടീഷുകാർക്ക് ദിവാനി അനുവദിച്ച മുഗൾ ഭരണാധികാരി ആര്? ഷാ ആലം സെക്കൻഡ്. ബ്രിട്ടീഷുകാർക്ക് ദിവാനി അനുവദിച്ച മുഗൾ ഭരണാധികാരിയാണ് ഷാ ആലം രണ്ടാമൻ. ഇന്ത്യ പിടിച്ചെടുക്കാൻ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം. ഇന്ത്യ പിടിച്ചെടുക്കാൻ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം ഓസ്ട്രേലിയൻ പിന്തുടർച്ചാവകാശ യുദ്ധമാണ്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം ഓസ്ട്രേലിയൻ പിന്തുടർച്ചാവകാശ യുദ്ധം. ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് എയ്ക്സ് ലാ ഷപ്പേൽ. ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി എയ്ക്സ് ലാ ഷപ്പേലാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധം അറിയപ്പെടുന്നത് ഡ്യൂപ്ലയുടെ സ്വകാര്യ യുദ്ധം എന്ന പേരിലാണ്. ഡ്യൂപ്ലയുടെ സ്വകാര്യ യുദ്ധം എന്ന പേരിലാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം അറിയപ്പെടുന്നത്. രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് പോണ്ടിച്ചേരി ഉടമ്പടി. രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് പോണ്ടിച്ചേരി ഉടമ്പടി. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം സപ്തവത്സര യുദ്ധം. സപ്തവത്സര യുദ്ധമാണ് മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം. മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് 1763 പാരീസ് ഉടമ്പടി. 1763 പാരീസ് ഉടമ്പടിയാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ചത്. 1760 വാണ്ടി വാഷ് യുദ്ധം നടന്നത്. 1760 വാണ്ടി വാഷ് യുദ്ധം നടന്നത്. വാണ്ടി വാഷ് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടു. വാണ്ടി വാഷ് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടു. ഓക്കെ, താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. റൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ എന്ന ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഓക്കെ. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? മാസ്റ്റർ റാൾഫിച്ച്. മാസ്റ്റർ റാൾഫിച്ചാണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് എന്ന്? 1600 ഡിസംബർ 31-നാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. ഇംഗ്ലണ്ടിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലഘട്ടമാണ്? എലിസബത്ത് രാജ്ഞി. ഇംഗ്ലണ്ടിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലഘട്ടമാണ്? എലിസബത്ത് രാജ്ഞിയുടെ. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ കമ്പനി പ്രതിനിധി ക്യാപ്റ്റൻ ഹോക്കിൻസ്. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ കമ്പനി പ്രതിനിധിയാണ് ക്യാപ്റ്റൻ ഹോക്കിൻസ്. 1608 ക്യാപ്റ്റൻ ഹോക്കിൻസ് ഇന്ത്യയിലെത്തിയത്. 1612 ഇംഗ്ലീഷുകാർ സൂററ്റിൽ ആദ്യത്തെ ഫാക്ടറി പണിതു. 1612 ഇംഗ്ലീഷുകാർ സൂററ്റിൽ ആദ്യത്തെ ഫാക്ടറി പണിതു. സൂററ്റിൽ ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ ഇന്ത്യൻ ഭരണാധികാരി ജഹാംഗീർ. ഇംഗ്ലീഷുകാർ സൂററ്റിൽ ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ ഇന്ത്യൻ ഭരണാധികാരി ജഹാംഗീർ. ജഹാംഗീറിൻ്റെ കൊട്ടാരത്തിലെത്തിയ ഇംഗ്ലീഷ് അംബാസിഡർ ആര്? തോമസ് റോ. ജഹാംഗീറിൻ്റെ കൊട്ടാരത്തിലെത്തിയ ഇംഗ്ലീഷ് അംബാസിഡർ തോമസ് റോ. ആഗ്ര, അഹമ്മദാബാദ്, ബ്രോച്ച് എന്നിവിടങ്ങളിൽ ഫാക്ടറി സ്ഥാപിച്ചത് ആര്? തോമസ് റോ. ആഗ്ര, അഹമ്മദാബാദ്, ബ്രോച്ച് എന്നിവിടങ്ങളിൽ ഫാക്ടറി സ്ഥാപിച്ചത് തോമസ് റോ ആണ്. 1615 കേരളത്തിലെത്തിയ ഇംഗ്ലീഷുകാരൻ ക്യാപ്റ്റൻ കീലിംഗ്. 1615 കേരളത്തിലെത്തിയ ഇംഗ്ലീഷുകാരനാണ് ക്യാപ്റ്റൻ കീലിംഗ്. ഇംഗ്ലീഷുകാരുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യ ഫാക്ടറി
മസൂലിപട്ടണം. ഇംഗ്ലീഷുകാരുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യ ഫാക്ടറിയാണ് മസൂലിപട്ടണത്താണ്. ആന്ധ്രാപ്രദേശിലെ മസൂലിപട്ടണത്താണ് ഇംഗ്ലീഷുകാരുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യ ഫാക്ടറി സ്ഥാപിതമായത്. സൂററ്റ് ഏത് നദിയുടെ തീരത്താണ്? താപ്തി. താപ്തി നദീതീരത്താണ് സൂറത്ത് എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത്. മദ്രാസിന്റെ പഴയ പേര്? സാന്തോ. മദ്രാസിന്റെ പഴയ പേരാണ് സാന്തോ. മദ്രാസിന്റെ ശില്പി? ഫ്രാൻസിസ് ഡേ. മദ്രാസ് നഗരത്തിന്റെ ശില്പിയാണ് ഫ്രാൻസിസ് ഡേ. ദക്ഷിണേന്ത്യയുടെ പ്രവേശന നഗരം? മദ്രാസ്. ദക്ഷിണേന്ത്യയുടെ പ്രവേശന നഗരം മദ്രാസ്. കൽക്കത്ത നഗരത്തിന്റെ ശില്പിയാണ് ജോബ് ചെർണോക്ക്. ജോബ് ചെർണോക്കാണ് കൽക്കത്ത നഗരത്തിന്റെ ശില്പിയായി അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പ്രവേശന നഗരം? ബോംബെ. ഇന്ത്യയുടെ പ്രവേശന നഗരം ബോംബെ. ഒന്ന് മനസ്സിലാക്കി വെക്ക്, ദക്ഷിണേന്ത്യയുടെ പ്രവേശന നഗരം മദ്രാസ് ആണ് എങ്കിൽ ഇന്ത്യയുടെ പ്രവേശന നഗരം ബോംബെയാണ്. ഇന്ത്യയുടെ പ്രവേശന നഗരം ബോംബെ. ഓക്കെ. ബ്രിട്ടീഷുകാർക്ക് ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിൽ സ്വതന്ത്ര വ്യാപാരത്തിന് അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി ആര്? ഫാറൂഖ് സിയാർ. ബ്രിട്ടീഷുകാർക്ക് ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിൽ സ്വതന്ത്ര വ്യാപാരത്തിന് അനുമതി നൽകിയ മുഗൾ ഭരണാധികാരിയാണ് ഫാറൂഖ് സിയാർ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏത്? 1757 ജൂൺ 23 പ്ലാസി യുദ്ധം. 1757 ജൂൺ 23 പ്ലാസി യുദ്ധമാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ യുദ്ധം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് ആര്? റോബർട്ട് ക്ലൈവ്. പ്ലാസി യുദ്ധം നടക്കുമ്പോൾ മുഗൾ ഭരണാധികാരി ആര്? ആലംഗീർ സെക്കൻഡ്. ആലംഗീർ രണ്ടാമനാണ് പ്ലാസി യുദ്ധം നടക്കുമ്പോൾ മുഗൾ ഭരണാധികാരി ആയിരുന്നത്. 1756 ജൂൺ 20 നടന്ന ഇരുട്ടറ ദുരന്തം പ്ലാസി യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. 1756 ജൂൺ 20 നടന്ന ഇരുട്ടറ ദുരന്തം പ്ലാസി യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. ഇരുട്ടറ ദുരന്തം നടന്ന വർഷമാണ് 1756 ജൂൺ 20. 1764 ഒക്ടോബർ 22 ബക്സാർ യുദ്ധം. 1764 ഒക്ടോബർ 22 ബക്സാർ യുദ്ധം നടന്നത്. ബ്രിട്ടീഷുകാർക്ക് ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിൽ ദിവാനി അധികാരം ലഭിച്ച യുദ്ധമാണ് ബക്സാർ യുദ്ധം. ബ്രിട്ടീഷുകാർക്ക് ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിൽ ദിവാനി അധികാരം ലഭിച്ച യുദ്ധമാണ് ബക്സാർ യുദ്ധം. ബ്രിട്ടീഷുകാർക്ക് ദിവാനി അനുവദിച്ച മുഗൾ ഭരണാധികാരി ആര്? ഷാ ആലം സെക്കൻഡ്. ബ്രിട്ടീഷുകാർക്ക് ദിവാനി അനുവദിച്ച മുഗൾ ഭരണാധികാരിയാണ് ഷാ ആലം രണ്ടാമൻ. ഇന്ത്യ പിടിച്ചെടുക്കാൻ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം. ഇന്ത്യ പിടിച്ചെടുക്കാൻ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം ഓസ്ട്രേലിയൻ പിന്തുടർച്ചാവകാശ യുദ്ധമാണ്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം ഓസ്ട്രേലിയൻ പിന്തുടർച്ചാവകാശ യുദ്ധം. ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് എയ്ക്സ് ലാ ഷപ്പേൽ. ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി എയ്ക്സ് ലാ ഷപ്പേലാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധം അറിയപ്പെടുന്നത് ഡ്യൂപ്ലയുടെ സ്വകാര്യ യുദ്ധം എന്ന പേരിലാണ്. ഡ്യൂപ്ലയുടെ സ്വകാര്യ യുദ്ധം എന്ന പേരിലാണ് രണ്ടാം കർണാട്ടിക് യുദ്ധം അറിയപ്പെടുന്നത്. രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് പോണ്ടിച്ചേരി ഉടമ്പടി. രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് പോണ്ടിച്ചേരി ഉടമ്പടി. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം സപ്തവത്സര യുദ്ധം. സപ്തവത്സര യുദ്ധമാണ് മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം. മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് 1763 പാരീസ് ഉടമ്പടി. 1763 പാരീസ് ഉടമ്പടിയാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ചത്.
1760 വാണ്ടി വാഷ് യുദ്ധം നടന്നത്. 1760 വാണ്ടി വാഷ് യുദ്ധം നടന്നത്. വാണ്ടി വാഷ് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടു. വാണ്ടി വാഷ് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടു. ഓക്കെ, താങ്ക് യു.